ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സിക്സ്ത് സ്റ്റാൻഡേർഡ് ദീപകം എന്ന ടെക്സ്റ്റ് ബുക്കിൻ്റെ 7th ചാപ്റ്ററായ അതിഥി ദേവോ ഭവ എന്ന ചാപ്റ്ററാണ്. ഭാരതീയ സംസ്കൃതൗ അതിഥീനാം നിതരാ മഹത്വമസ്തി. ഇന്ത്യൻ കൾച്ചറിൽ അതിഥികൾക്ക് വളരെ ഏറെ മഹത്വമുണ്ട്. അതിഥി ദേവോ ഭവ ഇതി ഉപനിഷദഃ വചനമസ്തി. അതിഥി ദേവോ ഭവ എന്നത് ഉപനിഷദത്തിലെ ഒരു വചനമാണ്. അസ്മാകം ദേശേ ന കേവലം മനുഷ്യാഃ അപിതു അന്യേ പ്രാണിനഃ അപി അതിഥിഭാവേന പൂജ്യന്തെ. നമ്മുടെ നാട്ടിൽ കേവലം മനുഷ്യരെയല്ല, മറിച്ച് മൃഗങ്ങളെയും അതിഥിഭാവത്താലാണ്, അതായത് അതിഥികളായി കണ്ടുകൊണ്ടാണ് പൂജിക്കുന്നത്. അവരെയും അതിഥിഭാവത്തോടെ തന്നെയാണ് പൂജിക്കുന്നത്. അതിഥി സേവ പഞ്ചമഹായജ്ഞേഷു അന്തർഭവതി. അതിഥി സേവ എന്നത് 5 മഹായജ്ഞത്തിൽ വരുന്ന ഒന്നാണ്. അതിഥി ദേവോ ഭവ ഇതി വചനേന അതിഥി സേവായാഃ ഭാവഃ സർവേഷു ജാഗ്രതഃ ഭവതി. അതിഥി ദേവോ ഭവ എന്ന വചനത്താൽ അതിഥി സേവ എന്ന ഭാവം എല്ലാവരിലും ഉണർത്തുന്നു. താദൃശഃ കശ്ചന പ്രസംഗഃ അത്ര പാഠേ ദർശിതഃ. അത്തരത്തിലുള്ള ഒരു സന്ദർഭമാണ് ഈ പാഠത്തിൽ കാണിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. രാധിക യേഷു ദിനേഷു കൂർദ്ധമാന ഏവ ചലതി. രാധിക ഈ ദിവസങ്ങളിൽ ചാടിച്ചാടിയാണ് നടക്കുന്നത്. ആട്ടെ, അവളുടെ സന്തോഷത്തിന് കാരണം എന്താണ്? യതഃ ഗൃഹേ നൂതനാഃ അതിഥയഃ സന്തി. എന്താന്ന് വെച്ചാൽ അവളുടെ വീട്ടിൽ പുതിയ അതിഥികളുണ്ട്. തേ ച വിശിഷ്ടാഃ സന്തി. അതും സ്പെഷ്യലുമാണ്. മാതാ പുത്രൗ പുത്ര്യൗ ച മിലിത്വാ തേ തത്ര 5 സന്തി. അമ്മ, 2 മകൻ, 2 മകൾ എന്നിങ്ങനെ ചേർന്ന് അവർ 5 പേരാണുള്ളത്. അഹോരാത്രം തസ്യാഃ ചിന്ത ഏകത്ര ഏവ. രാവും പകലും അവരുടെ ചിന്ത മാത്രമാണ് ആർക്കുള്ളത്? നമ്മുടെ ഈ രാധികയ്ക്ക് ഉള്ളത്. ഗൃഹസ്യ ഛദ്യാഃ ഉപരി, വീടിൻ്റെ മേൽക്കുരയ്ക്ക് മുകളിൽ, തത്ര ഏവ തസ്യാഃ മനഃ അസ്തി. അവിടെ തന്നെയാണ് അവളുടെ മനസ്സുള്ളത്. കുതൂഹലമസ്തി കീർത്തി ഇതി. കൗതുകമുണ്ട്. ആരാണവർ? ആരാണ് ആ അതിഥികൾ? തേ ന അന്യേ കാചിത് മാർജരി തസ്യാഃ ചത്വാരഃ ശാവകാഃ ച. അവർ വേറെ ആരുമല്ല, പൂച്ചയും അതിൻ്റെ 4 മക്കളുമാണ്. ആം തേ ഏവ വിശിഷ്ടാഃ അതിഥയഃ. അതെ, അവർ തന്നെയാണ് ആ വിശിഷ്ട അതിഥികൾ. സാ തോ തേഷാം നാമാനി അപി ചിന്തിതവതി. അവളാണെങ്കിൽ അവർക്ക് ഇടേണ്ട പേര് പോലും കണ്ടെത്തി വെച്ചേക്കാണ്. തൻവി, മൃദ്വി, ശബലഃ, ഭീമഃ ച ഇതി. എന്തൊക്കെയാണ് ആ പേരുകൾ? തൻവി, മൃദ്വി, ശബലൻ, ഭീമൻ എന്നിങ്ങനെയാണ്. ആട്ടെ, ഈ പൂച്ചക്കുട്ടികൾ എങ്ങനെയാണ് കാണാൻ? നോക്കാം. തൻവി ആകൃത്യ സുന്ദരി. തൻവി രൂപത്തിൽ സുന്ദരിയാണ്. മൃദ്വി സ്പർശേന അതീവ കോമല. മൃദ്വിയാകട്ടെ സ്പർശിക്കുമ്പോൾ വളരെ മൃദുവാണ്. ശബലഃ ചിത്രവർണഃ. ശബലൻ പല നിറങ്ങളോട് കൂടിയുള്ളവനാണ്. തഥാ ച ഭീമഃ കിഞ്ചിത് സ്ഥൂലഃ. അതുപോലെ ഭീമനാകട്ടെ അല്പം തടിയുള്ളവനുമാണ്. മാർജരി കഥാ ഗച്ഛതി കഥാ ആഗച്ഛതി ഏതത് സർവം അപി രാധിക ജാനാതി. പൂച്ച എപ്പോൾ പോകുന്നു, എപ്പോൾ വരുന്നു എന്നതെല്ലാം തന്നെ രാധിക അറിയുന്നുണ്ട്. രാധികയ്ക്കറിയാം. ഓക്കെ. സ മാർജര്यै ക്ഷീരം ദദാതി. അവള് പൂച്ചകൾക്ക് പാലും കൊടുക്കുന്നു. മാർജരി പീപതി. പൂച്ചകളാകട്ടെ പാല് കുടിക്കുന്നു. പൂച്ചകളാകട്ടെ അത് കുടിക്കുന്നു. അനന്തരം സധന്യവാദം രാധിക പശ്യതി. അതിനുശേഷം അവർ നന്ദിയോടെ
അവളെ നോക്കുന്നു. ആരെ നോക്കുന്നു? രാധികയെ നോക്കുന്നു. കിന്തു ശാവകാനാം സമീപം രാധിക ഗച്ഛതി ചേത് മന്ദം മന്ദം പൃഷ്ഠതഃ ആഗച്ഛതി. പക്ഷേ പൂച്ചക്കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് രാധിക ചെല്ലുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ മന്ദം മന്ദം പൃഷ്ഠതഃ ആഗച്ഛതി, പതുക്കെ പതുക്കെ പിന്നാലെ വരുന്നു. രാധികാം ദൃഷ്ട്വാ ശാവകാഃ ഭീതാഃ ന ഭവന്തി. രാധികയെ കണ്ട് പൂച്ചക്കുഞ്ഞുങ്ങൾ പേടിക്കുന്നില്ല. പേടിക്കാതെ എന്താ ചെയ്യുക? അവരുടെ പിന്നാലെ ഇങ്ങനെ നടക്കാണ്. പിതാമഹി രാധികായാഃ കാര്യകലാപാൻ ദൃഷ്ട്വാ ഹസതി. മുത്തശ്ശി രാധികയുടെ ഈ പ്രവൃത്തികളെല്ലാം കണ്ടിട്ട് ചിരിക്കുകയാണ്. സ രാധിക വദതി. അതായത് മുത്തശ്ശി രാധികയോട് പറയാണ്, രാധികേ, ഹി രാധികേ, അതിഥയഃ കഥാ ആഗച്ഛന്തി ഇതി ന ജാनीमः. രാധികയെ, അതിഥികൾ എപ്പോഴാണ് വന്നേന്ന് അറിയില്ല. കിന്തു പക്ഷേ യഥാ തേ അത്ര ആഗച്ഛന്തി, എപ്പോഴാണോ അവരിവിടെ വന്നിരിക്കുന്നത്, തഥാ അപ്പോൾ തേഷാം ഏതാദൃശി സേവാ കരണീയ, ഏതെങ്കിലും തരത്തിൽ സേവ ചെയ്യണം. അതായത് പറഞ്ഞു വരുന്ന വേറെ ഒന്നുമല്ല, അവർ എപ്പോഴാണ് വന്നേന്നൊന്നും അറിയില്ല, പക്ഷേ അവരിവിടെ വന്ന സ്ഥിതിക്ക് എന്തേലും അവർക്കായിട്ട് ചെയ്യണം. ഓക്കെ, അവരെ ഗസ്റ്റായിട്ട് കണ്ട് അവരെ നന്നായി നോക്കണം. രാധിക പിതാമഹ്യാഃ കണ്ഠം പരിതഃ മാലാം ഇവ ഹസ്തൗ സ്ഥാപയന്തി പൃച്ഛതി. രാധിക മുത്തശ്ശിയുടെ കഴുത്തിൽ മാലയിടുന്ന പോലെ കൈകൾ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഈ ചിത്രത്തിൽ തന്നിരിക്കുന്ന പോലെ. ഓക്കെ, എന്താ ചോദിച്ചേ? അസ്തു കരോമി കിന്തു കിമർത്ഥം. ശരി, ചെയ്യാം, പക്ഷേ എന്തിനാണത്? എന്തിനാണ് ഇവരെ സേവിക്കുന്നത്? മാതാമഹി വദതി. മുത്തശ്ശി പറഞ്ഞു. എന്താ പറഞ്ഞേ? മുത്തശ്ശി പറയാണ്, അതിഥി ദേവോ ഭവ. അതിഥികൾ ദൈവത്തിന് തുല്യമാണ്. അർത്ഥാത് അതിഥി അസ്മാകം ദേവ അസ്തി. അതായത് അതിഥികൾ നമ്മുടെ ദൈവമാണ്. ഇതി ചിന്തയതു, എന്ന് കരുതപ്പെടുന്നു. തസ്യ ആദരേണ സേവാം കരോതു. അവരെ ആദരിക്കുന്നതിനാണ് സേവ ചെയ്യേണ്ടത്. അതായത് ഇവിടെ തരുന്ന മെസ്സേജ് എന്ന് പറയുന്നത്, അതിഥിക്ക് ദൈവത്തെ പോലുള്ള ആദരവും ബഹുമാനവും എല്ലാം തന്നെ നൽകണം എന്ന സന്ദേശമാണ്. അതിഥികളെ സൽക്കരിക്കേണ്ടത് ഓരോരുത്തരുടെയും ധർമ്മമാണെന്നാണ് ഓർമ്മിപ്പിക്കുന്നത്. രാധിക ആദിനം മന്ത്രം ഇവ വാരം വാരം വദതി. രാധിക മുഴുവൻ ദിവസവും ഈ മന്ത്രം തന്നെ, അതായത് ഇതേ വാക്ക് തന്നെ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്തായിരുന്നു അത്? അതിഥി ദേവോ ഭവ, അതിഥി ദേവോ ഭവ. അനന്തരം സ തൻവി മൃദ്വി ശബലം ഭീമം ച വാത്സല്യേന വദതി. അതിനുശേഷം തൻവിയോടും മൃദ്വിയോടും ശബലനോടും ഭീമനോടും എല്ലാവരോടും വാത്സല്യത്തോടെ പറയാണ്, ജാനന്തിക്കും അറിയാമോ? അതിഥി ദേവോ ഭവ. ഭവന്തഃ അപി വദന്തു അതിഥി ദേവോ ഭവ. നിങ്ങളും പറയൂ അതിഥി ദേവോ ഭവ. അപ്പോൾ എല്ലാവർക്കും ഈ ചാപ്റ്റർ നന്നായി മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ഉറപ്പായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സൈഡിലൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക, ഓളൊന്ന് ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക് യു.